ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലഞ്ചിനായി ഞാൻ തയ്യാറാക്കിയ വാഴക്കൂമ്പ് തോരൻ്റെയും മുളകിട്ട തളമീൻ കറിയുടെയും റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ വാഴക്കൂമ്പ് ഇവിടുത്തെ നേന്ത്രവാഴയുടെ തന്നെ ഉണ്ടായ ഒരു കൂമ്പാണ് ഞാനിപ്പോൾ തോരനായിട്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിലുള്ള ചില ദളങ്ങളൊക്കെ ഞാൻ മാറ്റി കളഞ്ഞ ശേഷം ഇത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ അരിയാൻ ബുദ്ധിമുട്ടുള്ളവർ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ വാഴക്കൂമ്പെല്ലാം ഞാൻ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് അതിൻ്റെ അവസാന ഭാഗം ഞാനിവിടെ കളഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല പൊടിയായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ചെറിയൊരു കറ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ആ കറ കളയാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1-2 മിനിറ്റ് നേരം ആ കഞ്ഞിവെള്ളത്തിൽ ആ വാഴക്കൂമ്പ് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇതുപോലെ കൈ വെച്ചൊന്ന് തിരുമ്മിയെടുത്താൽ ആ കറയെല്ലാം ആ കഞ്ഞിവെള്ളത്തിൽ അങ്ങ് പോയിക്കോളും. ഇനി നമുക്ക് ഇത് ആ കഞ്ഞിവെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് ഈ വാഴക്കൂമ്പ്. അപ്പോൾ വാഴക്കൂമ്പ് എപ്പോൾ ലഭിച്ചാലും അത് നിങ്ങൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് തോരനെല്ലാം ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൽ നിന്ന് ആ വാഴക്കൂമ്പിൻ്റെ പൊടികളെല്ലാം അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലെ അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ ചിരവിയതിലേക്ക് കുറച്ച് കാന്താരി മുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും 2-3 വെളുത്തുള്ളി അല്ലിയും കൂടെ എടുത്ത് മിക്സിയിലിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു പോകരുത്. ഈ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇനി നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ ആ കറിവേപ്പിലയുടെയും ആ പച്ച വെളിച്ചെണ്ണയുടെയും എല്ലാം ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ തോരന് പ്രത്യേക ഒരു രുചിയായിരിക്കും. അതിനാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി നമുക്ക് കടായി ചൂടാക്കിയ ശേഷം തോരന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുക് കൂടെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉഴുന്ന് പരിപ്പോ അതുപോലെ ചുവന്നുള്ളി അരിഞ്ഞതെല്ലാം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തോരനും തേങ്ങയുടെ അരപ്പും കൂടെ തയ്യാറാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് ആവിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഫ്ലെയിം മീഡിയത്തിലും താഴെ വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഈ കടായിൻ്റെ മൂടി തുറന്ന് നമ്മൾ ഇതുപോലെ ഇളക്കി മറിച്ച് ഇട്ട് കൊടുക്കണം. ആവിയിൽ വേണം ഈ വാഴക്കൂമ്പ് തോരൻ വെന്ത് വരാൻ. തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഈ കൂമ്പ് തോരൻ ഇവിടെ റെഡിയായി കിട്ടും. ഇങ്ങനെ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് അതിൻ്റെ പോഷകങ്ങളെല്ലാം അതിൽ തന്നെ അടങ്ങിയിരിക്കും. വളരെ രുചികരമായിട്ട് കൂമ്പ് തോരൻ തയ്യാറായി. ഇനി നമുക്ക് ആ തളമീൻ കറി വെച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 3-4 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മീൻചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യം 1/4 ടീസ്പൂൺ ഉലുവ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഓരോ ഇൻഗ്രീഡിയൻസും ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ചുവന്നുള്ളി ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇഞ്ചി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ തളമീനാണ് ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മാത്രം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടി അധികമാകാൻ പാടില്ല. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി എരിവിനായിട്ട് കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. തീരെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ല ലോ ആക്കി വെച്ച ശേഷം ഈ പൊടികളുടെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ നമ്മൾ വഴറ്റിയെടുക്കണം.
ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇനി മീൻ കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഈ സമയത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആ മീൻ കഷ്ണങ്ങളെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആ ഗ്രേവിയിലേക്ക് ആ മീൻ കഷ്ണങ്ങൾ കിടക്കുന്ന വിധത്തിൽ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തള എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ അവിടെയൊക്കെ വേറെ വല്ല പേരിലാണോ ഈ മീൻ അറിയപ്പെടുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇവിടെ 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ മീൻ നന്നായിട്ട് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ ആ മീൻ കഷ്ണങ്ങളെല്ലാം ആ ഗ്രേവിയിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് പുളിയും ഉപ്പും എല്ലാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അധികമായിട്ട് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. കറി ഇവിടെ ശരിക്കും കഷ്ണങ്ങളെല്ലാം വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഉടനെ തന്നെ നമ്മൾ മൂടി വെച്ചേക്കണം. ഫ്ലെയിമും ഓഫാക്കി കളയണം. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവർ ആ കറിയിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ വളരെ മുന്നോട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. വളരെ രുചികരമായിട്ടുള്ള ഈ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പം മീൻ കറി ഏത് മീനും നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.